ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശുക്രിസ്തു പറയാണ്, നമുക്ക് വളരെ വളരെ പരിചയമുള്ളൊരു വാക്യമാണല്ലേ. യേശുക്രിസ്തു പറയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നമുക്ക് സ്ഥിരമായിട്ട് വായിക്കുന്ന ചില വാക്യങ്ങളാണെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ഇതിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ട് കാണത്തില്ല ആ വാക്യങ്ങളുടെ അർത്ഥം. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, ഐ ആം ദ വേ. എന്താണ് യേശുക്രിസ്തു ഞാൻ വഴിയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം? എങ്ങോട്ടുള്ള വഴിയാണ്? പിതാവിങ്കിലേക്കുള്ള വഴിയാണ് എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു പറയാണ്, ഞാൻ വഴിയാണ്. അന്നേരം എന്താണ് യേശുക്രിസ്തു വഴിയാണ് എന്ന് പറയാനുള്ള കാര്യം? യേശുക്രിസ്തു പിതാവിങ്കിലേക്ക് ഒരു വ്യക്തിക്ക് ആക്സസ് കിട്ടാനായിട്ടുള്ള ഏക വഴി യേശുക്രിസ്തു ആണെന്നാണ് പറയുന്നത്. നമ്മൾ ബൈബിള് പലരും ചോദിക്കാറുണ്ട്, ഈ ബൈബിളിന്റെ മെസ്സേജ് എങ്ങനെയാണ് ദൈവനും ശ്രദ്ധയോടെ നമുക്കൊന്ന് പഠിക്കാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് ഈ ബൈബിൾ നമുക്ക് ഒരു ലിവിങ് ബുക്കായിട്ട് തീരുന്നത്, ഒരു ആക്റ്റീവ്, ഇല്ലെങ്കിൽ ദൈവനം പറഞ്ഞ ജീവനും ചൈതന്യമുള്ള വചനമായിട്ട് ദൈവം എങ്ങനെയാണ് നമ്മുടെ ദൈവനം സംസാരിക്കാനായിട്ട് കഴിയുന്നത്? അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ബൈബിളിൽ കൂടി ദൈവം സംസാരിക്കുന്ന മെസ്സേജ് നമുക്ക് മനസ്സിലാവണം. ബൈബിള് പല പല പുസ്തകങ്ങളാണെങ്കിലും ഇത് എഴുതിയ ദൈവാത്മാവിന് സംസാരിക്കാനായിട്ടുള്ളത് ഒരു സിംഗിൾ മെസ്സേജാണ്. ആ മെസ്സേജ് നമുക്ക് മനസ്സിലായാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. എവിടൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾക്കിത് വീണ്ടും മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാണ്. നമ്മള് ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി 1 മുതൽ 3 വരെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബൈബിളിലെ ഏറ്റവും കണ്ടന്റുകൾ നിറഞ്ഞ ഒരു അധ്യായങ്ങളാണ്. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം മുതൽ 3-ാമത്തെ അധ്യായം വരെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ വളരെ കാഷ്വലായിട്ട് അതിന്റെ കഥ പോലെ വായിച്ചു പോകാം. ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, അങ്ങനെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ എഴുതിയായിട്ട് നമുക്ക് വായിച്ചു പോകാം. പക്ഷെ ദൈവം നമ്മുടെ റിയലായിട്ട് ദൈവനം പഠിക്കാനായിട്ടും ദൈവവചനത്തിലെ മെസ്സേജ് മനസ്സിലാക്കാനായിട്ടും ആഗ്രഹമുള്ളവരാണെങ്കിൽ ദൈവം നമ്മൾക്ക് അതിൽ കൂടി സംസാരിക്കട്ടെ. ഞാൻ ജസ്റ്റ് അതിന്റെ ഷോർട്ടായിട്ട് പറയട്ടെ. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതും അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസും അല്ല. അതിൽ ഏറ്റവും പ്രധാനം ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ നാം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അവിടെ ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയാണ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലെ ഉള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികൾമേലും മൃഗങ്ങൾമേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജന്തുക്കൾമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു, അവനെ അനുഗ്രഹിച്ചു. ഇതാണ് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു, ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. 2-ാമത്തെ അധ്യായം അതിന്റെ ഒരു വിശദീകരണമാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ കുറച്ചുകൂടി വിശദീകരണം, ഏറ്റവും പ്രധാനമായി സംഭവിച്ച ആ കാര്യത്തിന്റെ വിശദീകരണമാണ്. ആദമിനെ ഹവ്വയെയും എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നും അവരെങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന്റെ ലൈഫ് പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യൻ എല്ലാ കാലത്തും ജീവിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ജീവിതത്തിന്റെ പ്രിൻസിപ്പിൾ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നന്മതിന്മകളെ പറ്റിയുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അതായത് ദൈവത്തിന്റെ ജീവനാൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ അവന് ദൈവം ഉദ്ദേശിച്ച ദൈവത്തിന്റെ സൃഷ്ടി ഈ ഭൂമിയിൽ നിവർത്തിക്കാൻ കഴിയും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പർപ്പസ് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ പ്രിൻസിപ്പിൾ, ദൈവം അതിനൊരു പ്രിൻസിപ്പിൾ കൊടുക്കുകയാണ്. ദൈവമായിട്ടുള്ള പരിശുദ്ധാത്മ ബന്ധത്തിൽ നിയന്ത്രിക്കപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ദൈവബന്ധത്തിൽ നടക്കുന്ന നിമിഷം വരെയും നിനക്ക് ദൈവത്തിന്റെ പർപ്പസ് ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയും. ദ മൊമെന്റ്, ആദ്യത്തെ സെക്കൻഡിൽ നീ അതിൽ നിന്ന് പുറത്തു കടക്കുന്നു, അതോടുകൂടി ഞാനും നീയുമായിട്ടുള്ള ബന്ധം കട്ടായി പോകും. അതോടുകൂടി നീ മരിക്കും. നിനക്ക് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അതാണ് 2-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞു. സ്നേഹം, വിശ്വാസം, ഒബീഡിയൻസ്, ലവ്, ഫെയ്ത്ത്, ഒബീഡിയൻസ് എന്നുള്ള ഒരു ചെയിനിൽ ദൈവത്തെ സ്നേഹിക്കുകയും
ആ ദൈവത്തെ സ്നേഹിക്കുന്നതോടുകൂടി ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുകയും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ കൂടി ദൈവം പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ പർപ്പസ് ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യുകയും ചെയ്യും. ദൈവത്തിന്റെ പർപ്പസ് ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുക എന്നാണ്. അല്ലെങ്കിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കുക എന്നാണ്. മനുഷ്യനെ കാണുന്ന വ്യക്തി ദൈവത്തെ കാണണം. ദൈവത്തെ കാണണമെങ്കിൽ ദൈവം പറഞ്ഞ ഈ പ്രിൻസിപ്പിളിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കാനായിട്ട് ദൈവം ഒരു പ്രിൻസിപ്പിൾ കൊടുത്തു. അങ്ങനെ ഒരു കുടുംബത്തെ ദൈവം ഉണ്ടാക്കി. ആദമിനെയും ഹവ്വയെയും ഉണ്ടാക്കി. അവരിൽ കൂടി ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ആ കുടുംബത്തിൽ കടന്നു വരുന്ന വ്യക്തികൾക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയും. ആദം ഹവ്വയായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ, ഹവ്വ ആദത്തിന് കീഴടങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഇത് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും. ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് അവിടെ മനസ്സിലാവും. അങ്ങനെ ഒരു കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചു. ആ കുടുംബത്തിൽ കൂടി ദൈവം ദൈവത്തിന്റെ സ്വഭാവത്തെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമ്പോഴുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ ഒരു കുടുംബം ജീവിക്കുന്നു. ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങിയിരിക്കുന്ന ആദമിന് പൂർണ്ണമായിട്ടും കീഴടങ്ങിയിരിക്കുന്ന ഹവ്വ. അപ്പോൾ ദൈവത്തിന് ആദം പൂർണ്ണമായിട്ട് കീഴടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ പർപ്പസ് ആ കുടുംബം വെളിപ്പെടുത്തുകയാണ്. അന്നേരം ഒരു ഭാര്യ ഭർത്താവിന് പൂർണ്ണമായിട്ട് കീഴടങ്ങുമ്പോൾ, ഭർത്താവ് കർത്താവിന് പൂർണ്ണമായിട്ട് കീഴടങ്ങുമ്പോൾ ആ കുടുംബത്തിൽ കൂടി ദൈവിക പർപ്പസ് ഫുൾഫിൽ ആവുകയാണ്. ദൈവം എന്തിനോ ആ ഭൂമിയിൽ അവരെ ആക്കിയോ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ ബൈബിളിലെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രധാനവുമായിട്ടുള്ള കള്ളം പിശാച് പറയുകയാണ്. 2-ാമത്തെ അധ്യായത്തിൽ ബൈബിളിലെ ആദ്യത്തെ സത്യവും ഏറ്റവും പ്രധാനമായിട്ടുള്ള സത്യവും ദൈവം പറഞ്ഞെങ്കിൽ 3-ാമത്തെ അധ്യായം വരുമ്പോഴേക്കും ബൈബിളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും കണ്ടിന്യൂസ് ആയി പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കള്ളമുണ്ട്. എന്തായിരുന്നു ദൈവം ആദ്യം പറഞ്ഞ സത്യം? ദൈവം ആദ്യം പറഞ്ഞ സത്യം ഇതാണ്: നന്മതിന്മകളെ പറ്റിയുള്ള അറിവിന്റെ വൃക്ഷം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ ദൈവിക ഡിപ്പെൻഡൻസ് കൂടാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ വിശ്വസിക്കാതെ, ദൈവത്തിന് കീഴടങ്ങാതെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവിക പർപ്പസ് ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്നാണ് ദൈവം പറഞ്ഞത്. ദ ഡേ യു കം ഔട്ട് ഓഫ് ഗോഡ്സ് ഡിപ്പെൻഡൻസ് യു വിൽ ഡൈ എന്നാണ് ദൈവം പറഞ്ഞത്. നിനക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും, പിന്നെയും ദൈവത്തിന്റെ പേരിൽ നിനക്ക് ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയും, പക്ഷേ ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ആവത്തില്ല. ഇതാണ് ദൈവം ഉൽപ്പത്തി മുതൽ പറയുന്ന സത്യം. ഇല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ഇത്രയേ ഉള്ളൂ. പിശാച് ആദ്യം പറഞ്ഞ കള്ളവും ഇതാണ്, ഇപ്പോഴും പറയുന്ന കള്ളം ഇതാണ്: യു വിൽ നോട്ട് ഡൈ. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. എന്ത് ചെയ്താൽ നിങ്ങൾ മരിക്കയില്ല? നിങ്ങൾ ദൈവത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങാതെ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്ന് നന്മ തിന്മകളെ നിങ്ങൾ സ്വയമായിട്ട് ചൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ മരിക്കയില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ ജീവിക്കാം. അതായത് ദൈവിക നിയന്ത്രണത്തിന് കീഴിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് ചെയ്യാതെ സ്വയമായി കാര്യങ്ങൾ തീരുമാനിച്ചാലും നിനക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല എന്നാണ് പിശാച് പറഞ്ഞത്. അതാണ് പിശാച് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് അവിടെ മനുഷ്യൻ വീഴുന്നു. അവിടെ മനുഷ്യൻ വീഴുമ്പോൾ 3-ാമത്തെ അധ്യായത്തോടുകൂടി ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം കട്ടാകുന്നു. 3 അധ്യായം വരെ ഉണ്ടായിരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പിക്ചർ അവിടെ തകരുകയാണ്. എന്നാൽ ഈ 3 അധ്യായത്തിൽ ഉൽപ്പത്തി 1 തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ദൈവം ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ള ഐഡിയൽ കാര്യങ്ങൾ കാണിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടില്ല, പക്ഷെ വളരെ ശ്രദ്ധിച്ച് വായിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും ഇതായിരുന്നു ദൈവത്തിന്റെ പർപ്പസ്, ഇങ്ങനെയായിരുന്നു ദൈവം ഉദ്ദേശിച്ചിരുന്നത്, ഇങ്ങനെയായിരുന്നു ദൈവത്തിന്റെ മനസ്സിൽ വിഭാവനം ചെയ്തിരുന്ന കുടുംബം, ഇങ്ങനെയായിരുന്നു ദൈവത്തിന്റെ മനസ്സിൽ വിഭാവനം ചെയ്തിരുന്ന മനുഷ്യ സൃഷ്ടി എന്ന് മനസ്സിലാവും. പക്ഷെ 3-ാമത്തെ അധ്യായത്തോടുകൂടി എല്ലാം തകരുന്നു. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം കട്ടാകുന്നു. മനുഷ്യനെ ദൈവം പുറത്താക്കുന്നു. അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയാണ്: അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്കുള്ള കെരൂബുകളെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന വാളുടെ ജാലയുമായി നിർത്തി. അതായത് ദൈവമായിട്ടുള്ള ജീവനിലുള്ള ബന്ധം കട്ട് ചെയ്യപ്പെട്ടു. മനുഷ്യൻ പുറത്തായി. മനുഷ്യൻ ഹി വാസ് ഔട്ട് ഓഫ് ഗോഡ്സ് പ്രസൻസ്. ദൈവം അവിടെ വാതില് അടയ്ക്കുകയും ചെയ്യുകയാണ്. അന്നേരം വഴി അവിടെ അടയുകയാണ്. ഇതാണ് 3-ാമത്തെ. പക്ഷെ അവിടെ വെച്ച് അതിനു മുമ്പ് ദൈവം ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഒരു സീഡ് വരാൻ പോകുന്നു. ആ സീഡ് ഈ അടഞ്ഞ വഴി വീണ്ടും തുറന്ന് ജീവവൃക്ഷത്തിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് കഴിയും. അന്നേരം 3 അധ്യായം വരെ ഇതായി അവിടെ തീരുന്നെങ്കിൽ 4-ാമത്തെ അധ്യായം മുതൽ ബൈബിളിന്റെ അവസാനത്തെ മെസ്സേജ് വരെയുള്ള ബൈബിളിന്റെ സന്ദേശം ഈ റിസ്റ്റോറേഷൻ പ്രോസസ്സാണ്. അന്നേരം 3-ാമത്തെ അധ്യായത്തിൽ അടഞ്ഞ ആ കാര്യങ്ങൾ എങ്ങനെ ദൈവത്തിന് റെസ്റ്റോർ ചെയ്യും എന്നുള്ള സ്റ്റോറിയാണ് 3-ാമത്തെ അധ്യായം മുതൽ വെളിപാട് പുസ്തകം വരെ. ഇതാണ് ബൈബിളിന്റെ സന്ദേശം.
ഈ ബൈബിളിന്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. ആ ദൈവത്തിന്റെ സൃഷ്ടിയിലേക്ക് മനുഷ്യനെ തിരിച്ച് റെസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സാണ്. കർത്താവ് വരുമ്പോൾ നാം അവനെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എന്നാണെന്നറിയോ യോഹന്നാൻ പറയുന്നത്? നാം അവനോട് സദൃശ്യരായിത്തീരും. നാം അവനെ, അത് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. യോഹന്നാന്റെ ലേഖനം അവസാനം എന്താണ് സംഭവിക്കുന്നുള്ളതാണ് പറയുന്നത്. 1 യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്റ്റോറേഷൻ പ്രോസസ്സ് ഫുൾഫിൽ ആയിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അതായത് കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകയാൽ അവനോട് സദൃശ്യർ ആകും എന്ന് നാം അറിയുന്നു. Because we will see him just as he is, we will be like him completely. എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇൻ ഹിസ് ലൈക്നെസ്. നേരെ കർത്താവിന്റെ വരവെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ റെസ്റ്റോറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ദൈവത്തിന്റെ പഴയ ബൈബിളിന്റെ മെസ്സേജ് ഇതാണ്. ഈ സർക്കിളിലാണ് ബൈബിൾ പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പല സംഭവങ്ങൾ പറയുന്നുണ്ട്. ആദ്യം പ്രവാചകന്മാർ വരുന്നുണ്ട്, ന്യായാധിപന്മാർ വരുന്നുണ്ട്, രാജാക്കന്മാർ വരുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കെല്ലാം ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവം ഇൻസിഡന്റ് വഴി സംസാരിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. പക്ഷെ ബൈബിളിന്റെ മൊത്തത്തിലുള്ള സന്ദേശം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സീഡ്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കും. എന്നാൽ ഈ പ്രോസസ്സ് തുറന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ റെസ്റ്റോറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് കർത്താവിന്റെ വരവെങ്കിലാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, ഇതാണ് ബൈബിളിന്റെ സന്ദേശം. എന്നാൽ ഇതാണ് ബൈബിളിന്റെ ത്രെഡ്. എന്നാൽ ഈ ഒരു സീഡ് വരാനായിട്ട് പോകുന്നു. ആ സീഡിൽ കൂടി, ആ പുത്രനിൽ കൂടി, ആ സന്തതിയിൽ കൂടി ദൈവം തിരിച്ച് സ്വർഗത്തിലേക്കുള്ള, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള വഴി തുറക്കുന്നു എന്നുള്ളതാണ് 4-ാമത്തെ അധ്യായം മുതൽ താഴെ അടുത്തുള്ള മെസ്സേജ്. അതിന് പിന്നീട് ഈ സന്തതി വരുന്നതിനെ പറ്റിയാണ് പറയുന്നത് ഓരോ അധ്യായങ്ങളിലും. ആ സന്തതി ആദ്യം ആദമിന്റെ ആദ്യത്തെ 2 മക്കളുടെ കാലം ശേഷം ശേത്തിൽ കൂടി വരുന്നു. ശേത്തിൽ കൂടി നോഹ ഉണ്ടാവുന്നു. നോഹയിൽ കൂടി ശേം ഉണ്ടാവുന്നു. ശേമിന്റെ ബാക്കിയുള്ള മക്കൾ ശപിക്കപ്പെടുന്നു. പക്ഷെ നോഹയുടെ മക്കൾ ശപിക്കപ്പെടുന്നു. ഹാമും യാഫത്തും ശപിക്കപ്പെടുന്നു. അപ്പോൾ ബാക്കിയുള്ള ഹാം ശപിക്കപ്പെടുന്നു. ഹാമിൽ കൂടി ബാക്കിയുള്ള സന്തതികൾ ശപിക്കപ്പെടുന്നു. ശേം അനുഗ്രഹിക്കപ്പെടുന്നു. ആ അനുഗ്രഹിക്കപ്പെട്ട ശേമിൽ കൂടി അബ്രഹാം വരുന്നു. അബ്രഹാമിൽ നിന്ന് ഐസക് ഉണ്ടാവുന്നു. ഐസക്കിൽ നിന്ന് ജേക്കബ് ഉണ്ടാവുന്നു. ജേക്കബിൽ നിന്ന് യഹൂദ ഉണ്ടാവുന്നു. യഹൂദ ഗോത്രത്തിൽ നിന്ന് ദാവീദ് ഉണ്ടാവുന്നു. ദാവീദിന്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു അനേക പ്രവചനങ്ങൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് യേശുക്രിസ്തു ജനിക്കുന്നു. അങ്ങനെ ആ സന്തതി ഈ ഭൂമിയിൽ വരുന്നു. ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ബൈബിളിലെ ഒരൊറ്റ ജീനിയോളജിയെ കംപ്ലീറ്റ്ലി ആദം മുതൽ അൺബ്രോക്കൺ ആയിട്ട് പോയിട്ടുള്ളൂ. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. യേശുക്രിസ്തുവിന്റെ ജീനിയോളജി പറയാനായിട്ടാണ് ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. എന്നിട്ട് ആ ഒരു ലൈനാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞത്, യേശുക്രിസ്തു പറയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാവും. അന്നേരം വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉൽപ്പത്തിയിൽ അടഞ്ഞു പോയ ആ വഴി യേശുക്രിസ്തു ആണ് തുറക്കുന്നത്. ഇല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു ആണ് ആ വഴി കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള. എന്നാൽ ഈ വഴി അടഞ്ഞതിന് ശേഷം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഈ വഴി അടഞ്ഞതിന് ശേഷമാണ് ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നത്. ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവം അവിടെ ഒരു കൂടാരം ഉണ്ടാക്കാനായിട്ട് പറയുന്നു. കൂടാരം ഉണ്ടാക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി അടച്ചു വെച്ചേക്കാൻ ഇവിടെ പറയുന്നു. അത് തുറക്കരുത്, അതിലേക്ക് കടക്കുന്ന എല്ലാ വ്യക്തികളും മരിക്കുമെന്ന് പറയുകയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം കൊണ്ട് ആ അതിപരിശുദ്ധ സ്ഥലത്ത് കടക്കുകയും ആ രക്തം അവിടെ അർപ്പിക്കുമ്പോൾ ഇവരുടെ എല്ലാം പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ അപ്പോഴും വഴി തുറന്നിട്ടില്ല. എബ്രായ ലേഖനത്തിൽ പറയാണ്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള വഴി തുറന്നിട്ടില്ല എന്ന് ആ പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം എബ്രായ ലേഖനത്തിൽ തന്നെ പറയാണ്, അത് ജഡീക ശുദ്ധി മാത്രമാണ് വരുത്തുന്നത്. മനുഷ്യനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ആ വഴി അടഞ്ഞു കിടക്കുകയാണ്. ദാറ്റ് വെയിൽ ഇൻടാക്ട് ആയിട്ട് കിടക്കുകയാണ്. വെയിൽ തുറന്നിട്ടേയില്ല. പക്ഷേ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് എന്താണ് ചെയ്യാൻ കഴിയാത്തത്? എബ്രായ ലേഖനത്തിലെ ആ വാക്യം നമുക്ക് വേണമെങ്കിൽ വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 10 മുതലുള്ള താഴെയുള്ള വാക്യങ്ങൾ. 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ ഈ കാര്യങ്ങളെല്ലാം
വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു നന്മ വരാനായിട്ട് പോവുകയാണ്. ഒരു പ്രോമിസ് ദൈവം കൊടുത്ത വലിയ നന്മ മനുഷ്യന് വരാനായിട്ട് പോവുകയാണ്. ആ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറോ വീടോ ഇങ്ങനത്തെ സമ്പത്തോ ഒന്നുമല്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മനുഷ്യന് പ്രവേശിക്കാം, ദൈവിക കൂട്ടായ്മയിലേക്ക് ഒരു മനുഷ്യന് കടക്കാം എന്നുള്ള വലിയ നന്മകളുടെ നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളെല്ലാം ദൈവം നിഴലായിട്ട് കൊടുത്തത്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുകയില്ല. അന്നേരം പഴയ നിയമത്തിൽ ദൈവം ഈ ഡോർ അടച്ചതിന് ശേഷം, വഴി അടച്ചതിന് ശേഷം കൊടുത്ത എല്ലാ ചടങ്ങുകളും എല്ലാ കർമ്മങ്ങളും ഈ വഴി തുറക്കാനായിട്ടുള്ള അതിന് കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല. പക്ഷെ വരാനുള്ള നന്മകളുടെ നിഴലായിട്ടാണ് കൊടുത്തിരുന്നത്. അന്നേരം ആട്ടുകൊറ്റന്മാരുടെ രക്തം വരാൻ പോകുന്ന യഥാർത്ഥ സാക്രിഫൈസിൽ കൂടി മനുഷ്യന് ലഭിക്കാൻ പോകുന്ന നന്മയുടെ നിഴലായിട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക വരികയാൽ യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് യഥാർത്ഥത്തിലുള്ള നന്മ കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. പാപത്തെ നീക്കാൻ കഴിയാത്തതുകൊണ്ട് മനുഷ്യന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിക്ക് മനുഷ്യന് കടക്കാൻ കഴിയത്തില്ല. അപ്പോൾ കർത്താവ് പറയാണ്, ആകയാൽ therefore എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊന്നും മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടത്താൻ കഴിയാത്തതുകൊണ്ട് therefore ആകയാൽ ലോകത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു പറയാണ്, ഹനനയാഗങ്ങളും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നു. അന്നേരം ദൈവം പറയാണ്, ഈ പറഞ്ഞിരിക്കുന്ന റിലീജിയസ് സെറമണീസിൽ ഒന്നിനും ദൈവത്തിന് താല്പര്യമില്ല. ദൈവത്തിന് താല്പര്യമുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ, ഇവിടെ വന്നിരുന്ന് ചെയ്യുന്ന ഒരു റിലീജിയസ് കാര്യങ്ങൾ കൊണ്ടും ദൈവം പ്രസാദിക്കത്തില്ല, അൺലെസ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ. യേശുക്രിസ്തു പറയാണ്, പഴയ നിയമത്തിലെ ഈ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളിലും ഒന്നും നീ പ്രസാദിച്ചില്ല, ഇതൊന്നും നീ ഇച്ഛിച്ചുമില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. എന്നിട്ട് യേശുക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് വരാനായിട്ട് ദൈവം ഒരു ശരീരം ഒരുക്കുകയാണ്. ഈ സാക്രിഫൈസ് വരാനായിട്ട് യേശുക്രിസ്തു ദൈവം ഭൂമിയിൽ ഒരു ശരീരമുണ്ടാക്കി, ഒരു ശരീരം കർത്താവിന് കൊടുത്തു. എന്നിട്ട് പറയാണ്, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറയാണ്, ഈ യാഗങ്ങൾക്കൊന്നും ദൈവത്തിന് റിയലായിട്ടുള്ള പ്രസാദം വരുത്താൻ കഴിയാതെ വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഉൽപ്പത്തിയിൽ ആ വാതിൽ അടഞ്ഞതിന് ശേഷം അന്ന് തൊട്ട് പുസ്തക ചുരുളുകൾ എല്ലാം എഴുതിയിരുന്നത് ഒരൊറ്റ വ്യക്തിയെ പറ്റിയായിരുന്നു. യേശുക്രിസ്തുവാണ് ബിഫോർ, ഞാൻ വരുന്നതിന് മുമ്പേ പുസ്തക ചുരുളുകൾ എന്നെക്കുറിച്ച് എഴുതിയിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയാണ്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും സകല സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരുന്നത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ പറയട്ടെ, പഴയ നിയമം കുറെ കഥകളൊന്നുമല്ല. രാജാക്കന്മാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കുറെ കഥകൾ പറയാനുള്ള പുസ്തകമല്ല. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ യു cannot understand the message of the Bible. ഇവിടെ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമ പുസ്തകമല്ല, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പഴയ നിയമ തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തുവാണ്, ഞാൻ വരുന്നതിന് മുമ്പേ എന്നെക്കുറിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതിയിരുന്നു. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും കർത്താവ് ചെയ്യുമ്പോൾ തിരുവെഴുത്തിന് നിവൃത്തിയാകേണ്ടതിനെന്ന് പറഞ്ഞത്. അതായത് പഴയ നിയമ പുസ്തകങ്ങൾ, അത് ഈ പഴയ നിയമ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ളത് എഴുതിയിരുന്നു. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാണ്, തിമോത്തിയോസിന്റെ 2 തിമോത്തിയോസ് അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയവും പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിക്കേണ്ടതിന്. ഇതേതാ തിരുവെഴുത്ത്? ഇത് പുതിയ നിയമ തിരുവെഴുത്തല്ല. കാരണം തിമോത്തിയോസിന്റെ ചെറുപ്പത്തിൽ പുതിയ നിയമം എഴുതപ്പെട്ടില്ല. ഈവൻ പൗലോസ് ഇത് എഴുതുമ്പോൾ പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല. പൗലോസ് പറയാണ്,
തിരുവെഴുത്തുകൾ പഴയ നിയമ തിരുവെഴുത്തുകളാണ്. അതിൽ കൂടി യേശുക്രിസ്തുവിനെയാണ് അവർ പറഞ്ഞിരുന്നത്. ആ യേശുക്രിസ്തുവിലുള്ള രക്ഷ ജ്ഞാനിയാക്കുവാൻ ഈ പഴയ നിയമ തിരുവെഴുത്ത്. ഞാനതിന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിളിന്റെ മെസ്സേജ് മനസ്സിലാകാതെ ബൈബിളിൽ നിന്ന് കഥകൾ പറയാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയെയും ആത്മീയ വർധനയിലേക്ക് വരത്തില്ല, മെസ്സേജ് കൺവേ ആവത്തില്ല. പക്ഷെ യേശുക്രിസ്തു പറയാണ്, അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഇഷ്ടം പുസ്തക ചുരുളുകളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു. എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു, ദൈവം എഴുതി വെച്ച ആ തിരക്കഥ എക്സാക്ട്ലി പൂർത്തിയാക്കി. എന്നിട്ട് അതിന്റെ അവസാനം എന്താണ് ചെയ്തത്? യേശുക്രിസ്തുവിന് ദൈവം ഒരു ശരീരം കൊടുത്തു. ആ ശരീരം കൊണ്ട് എന്ത് ചെയ്തു? കർത്താവിന്റെ എബ്രായ ലേഖനത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളിൽ ഈ കാര്യം തന്നെ വീണ്ടും എഴുതിയിരിക്കുകയാണ്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞൊന്ന് വിശദീകരിക്കാം. യേശുക്രിസ്തുവിന് ദൈവം ഒരു ഭൂമിയിൽ ഒരു ശരീരം കൊടുത്തു. ആ ശരീരം നമ്മളുടെ കൂട്ടത്തെ പാപജടമായിരുന്നില്ല. ആദമിൽ നിന്നല്ലാതെ മറിയയുടെ ഗർഭത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരം കൊടുത്ത് യേശുക്രിസ്തു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക്, കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ഇതേ ശരീരത്തെ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിന്റെ എല്ലാ ഇഷ്ടം ഈ ശരീരത്തിൽ കർത്താവ് ഫുൾഫിൽ ചെയ്തു. എല്ലാ തരത്തിലുള്ള പരീക്ഷകൾ കൂടിയും കർത്താവ് കടന്നുപോയി. പക്ഷെ എല്ലായിടത്തും യേശുക്രിസ്തു ദൈവം എന്താണ് കർത്താവിനെ പറ്റി പറഞ്ഞോ അത് എക്സാക്ട്ലി നിവർത്തിച്ച് കടന്നുപോയി. അവസാനം എന്ത് ചെയ്തു എന്നറിയാമോ? അവസാനമായിട്ട് ഇതേ ശരീരത്തെ കർത്താവ് തിരിച്ച് നിഷ്കളങ്കനായിട്ട് പിതാവിന് അർപ്പിച്ചു. അതോടുകൂടി എന്ത് സംഭവിച്ചെന്നറിയാമോ? ദേവാലയത്തിന്റെ തിരശീല 2 കീറി ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള മനുഷ്യന്റെ വേ ഓപ്പണായി. നേരെ കർത്താവ് ഈ ഭൂമിയിൽ ഈ ശരീരം, ദൈവം കൊടുത്ത ഈ ശരീരത്തെ, ദൈവത്തിനൊരു മിഷൻ ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിനെ പറ്റിയുള്ളത്. ആ മിഷൻ കർത്താവ് ഫുൾഫിൽ ചെയ്യുകയാണ്. കർത്താവ് പറയാണ്, ഇതിന് പകരമായിട്ട് ഹനനയാഗമോ ഭോജനയാഗമോ എന്ത് യാഗമോ കഴിച്ചിട്ടും ദൈവത്തിന് അത് ആവശ്യമില്ല. ദൈവം ആവശ്യപ്പെടുന്നത് ഒരു ശരീരം നിനക്ക് വന്നു, ആ ശരീരത്തിൽ കൂടി ദൈവത്തിന്റെ ഇഷ്ടം ഫുൾഫിൽ ചെയ്തു യേശുക്രിസ്തു. അത് യേശുക്രിസ്തുവിന്റെ പ്രാക്ടിക്കൽ മിഷനായിരുന്നു. അത് മനുഷ്യന്റെ വർഗത്തിന് വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. പക്ഷെ നമ്മൾക്കും ദൈവം ഒരു ശരീരം തന്നിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതകാലം കൊണ്ട് ദൈവം ഫുൾഫിൽ ചെയ്യാനായിട്ടൊരു മിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ എവിടെ ആയിരിക്കണം, ഏത് സ്ഥലത്താണ് ദൈവം നമ്മളെ പ്ലാൻ ചെയ്യുന്നത്, എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം, ഇത് ഫുൾഫിൽ ചെയ്യാനായിട്ട്, ഞാൻ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരും, ഞാൻ പെട്ടെന്ന് പറയുന്നേ ഉള്ളൂ. ഇത് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് ദൈവം നമുക്കും ഒരു ശരീരം തന്നിരിക്കുന്നത്. ഇനി യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയിരുന്ന പോലെ തന്നെ നമ്മളെ കുറിച്ചും ദൈവം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ വാക്യം? അറിയാമോ? അറിയത്തില്ല. എഫേസ്യ ലേഖനത്തിൽ എടുക്കണമെന്നില്ല. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം നിങ്ങളെക്കുറിച്ചുള്ള എന്ത് സൽപ്രവൃത്തിയാണ് ചെയ്യുന്നുള്ളത് മുന്നമേ ഒരുക്കിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ എഴുതിയിരുന്ന പോലെ തന്നെ. അന്നേരം വീണ്ടും ജനിച്ച ഒരു ദൈവനെ പറ്റിയും ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഒരു എത്ര വർഷം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ 30 ആയിരിക്കാം, 50 ആയിരിക്കാം, 60 ആയിരിക്കാം. എത്ര വർഷം നിങ്ങൾ ജീവിച്ചിരുന്നുള്ളത് വലിയൊരു വിഷയമേ അല്ല. പക്ഷെ ദൈവത്തിന്റെ ജീവിതം, ദൈവത്തിന്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യാതെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. അതിന് പകരം നിങ്ങൾ ഇവിടെ കുറെ ഹനനയാകവും ഭോജനവും നമ്മൾ അർപ്പിക്കത്തില്ല. നമ്മൾ കുറെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ഫുൾഫിൽ ചെയ്യാതെ ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ദൈവം പറയാണ്, ഹനനയാഗത്തിലും ഭോജനയാഗത്തിലും ഞാൻ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഇഷ്ടം ഫുൾഫിൽ ചെയ്യാത്ത മനുഷ്യൻ ദൈവ പദ്ധതിക്ക് പുറത്താണ്. അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ദൈവത്തിന് ആവശ്യമില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിന് ആവശ്യമില്ല. യേശുക്രിസ്തു പറയണ, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, സർവാംഗ ഹോമയാഗങ്ങൾ നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ഫുൾഫിൽ ചെയ്യാനായിട്ട് വരുന്നു. അത് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു. 33 വർഷം യേശുക്രിസ്തു കണ്ടിന്യൂസ് ആയിട്ട് ഒരു റോബോട്ടിനെ പോലെ അനുസരിക്കായിരുന്നില്ല. യേശുക്രിസ്തുവിന് ദൈവ ഇഷ്ടത്തിന് പുറത്തു വരാൻ കഴിയുമായിരുന്നു. എബ്രായലേഖനം പറയാണ്, അവൻ സകലത്തിനും നമുക്ക് തുല്യനായിട്ട് പരീക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തു പറയാണ്, ഞാൻ ഭൂമിയിൽ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, ദൈവത്തിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട്.
ആ ഇഷ്ടത്തിന്റെ അവസാനത്തെ കൾമിനേഷനാണ് ഈ ഇഷ്ടം ഫുൾഫിൽ ചെയ്ത ആ ശരീരം പിതാവായ ദൈവത്തിന് സമർപ്പിക്കാന്നുള്ളത്. അങ്ങനെ സമർപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ സമർപ്പിച്ചപ്പോൾ അതാണ് മേൽ പറഞ്ഞിരിക്കുന്നത് മുൻകൂടാരം. എബ്രായലേഖനം 9 അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷയായിരിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെ അല്ല. അത് അവൻ തന്റെയും തന്റെ ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. ഇതെല്ലാം വരാൻ പോകുന്ന നന്മയുടെ നിഴലായിരുന്നു. അതൊന്നും യഥാർത്ഥത്തിലുള്ള സാക്രിഫൈസ് ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ഈ സാക്രിഫൈസുകളൊക്കെ നിലനിൽക്കുമ്പോൾ, ഈ മുൻകൂടാരം നിലനിൽക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി ഓപ്പൺ ആയിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് കണ്ടിന്യൂസ് ആയി പഴയ നിയമത്തിൽ കൂടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി 3 അധ്യായത്തിൽ അടഞ്ഞ ആ വഴി തുറന്നിട്ടേയില്ല. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ഈ സാക്രിഫൈസിൽ ഒന്നിലും ദൈവത്തിന് പ്രസാദമില്ല. കാരണം ദൈവത്തിന് പ്രസാദമായിട്ടുള്ള യാഗം സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ഈ മുൻകൂടാരം നിൽക്കുമ്പോൾ ഇത് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദ വേ ഈസ് നോട്ട് ഓപ്പൺ. പക്ഷെ എന്ത് സംഭവിച്ചു? യേശുക്രിസ്തുവിന്റെ ശരീര യാഗം കഴിഞ്ഞപ്പോൾ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് തുറന്നു. അതോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള വഴി വെളിപ്പെട്ടു. ഇതാണ് യേശുക്രിസ്തു പറയുന്നത് ഐ ആം ദ വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ശരീരം, ഈ തിരശീല എന്താണെന്ന് നമ്മൾ വായിച്ചത്? എന്താണ് ആ തിരശീല കാണിക്കുന്നത്? എന്താണ്? യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശീലയാണ്. അതായത് ആ തിരശീല സിംബോളൈസ് ചെയ്ത് യേശുക്രിസ്തുവിന്റെ ദേഹമാണ്. യേശുക്രിസ്തു ആ വഴി തുറന്നിട്ട് യേശുക്രിസ്തുവിൽ കൂടി, അതുകൊണ്ടാണ് ഞാൻ മുഖാന്തരം അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിലെത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം യേശുക്രിസ്തുവാണ് ഐ ആം ദ വേ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ആണ് വഴി. യേശുക്രിസ്തു വഴി പറഞ്ഞു തരാൻ വന്ന ഒരാളല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളും വഴി പറഞ്ഞു തരാൻ വന്ന പലരുമുണ്ട്. ഇവർക്ക് ആർക്കും വഴിയാകാനായിട്ട് കഴിയത്തില്ല. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. എന്താണെന്നറിയാമോ? ബഥേലിൽ വെച്ചിട്ട്, അറിയത്തില്ല എന്താ? സ്വർഗത്തിലേക്ക് കയറിയിരിക്കുന്ന ഒരു കോവണി. ആ കോവണി എന്തിനാ കാണിക്കുന്നതെന്ന് യേശുക്രിസ്തു പറഞ്ഞു. എന്താണെന്നറിയാമോ? നഥനിയേലിന്റെ അടുത്ത് പറഞ്ഞു സ്വർഗം തിറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ മേൽ ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതും നീ കാണുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഉള്ള വേ തുറക്കാൻ പോകുന്നുള്ളതാണ് യാക്കോബിന്റെ അടുത്ത് കാണിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറയാണ് ഞാനാകുന്നു വഴി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ടുള്ള ജീവനുള്ള ഒരു പുതുവഴി തുറന്നു. അതിൽ കൂടി കർത്താവുമായിട്ടൊരു വ്യക്തിക്ക് ബന്ധത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗോസ്പലിന്റെ മെസ്സേജ്, ബൈബിളിന്റെ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ദൈവവുമായി മനുഷ്യന് ഈ ബന്ധത്തിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയാണ് ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന മെസ്സേജ്. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 5 അധ്യായം 5 അധ്യായത്തിന്റെ 14 വാക്യം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം യഥാർത്ഥത്തിൽ വെളിപ്പെട്ടത് ക്രൂശിലാണ്. അവിടെ പറയാണ് ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെട്ടത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. കാരണം അടുത്ത വാക്യത്തിൽ പറയാണ്, കാരണം എന്താണ്? എല്ലാവരും മരിച്ചവരായതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചവരായതുകൊണ്ട് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. കാരണം എല്ലാവരും മരിച്ചവർക്ക് വീണ്ടും മരിക്കാനായിട്ട് കഴിയത്തില്ല. അവർക്ക് വേണ്ടി ഒരുവൻ വന്നു. അവൻ തന്റെ ശരീരം യാഗമായിട്ട് തീർത്ത് മരിച്ച് വഴി തുറന്നതുകൊണ്ട് എല്ലാവർക്കും ജീവിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞത്. ഇതെന്ത് മെസ്സേജ് ആണെന്നാണ് പറഞ്ഞിരിക്കാമോ? അത് താഴേക്ക് വരുമ്പോൾ പറയാണ് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. മനുഷ്യൻ വീണ്ടും ജനിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് പറയാണ് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയാണ് ബൈബിളിന് ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിന്റെ ആദ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് അറിയാമോ? എ സിന്നർ ക്യാൻ ബി റെക്കൺസൈൽഡ് വിത്ത് ദ ഹോളി ഗോഡ്. അതിവിശുദ്ധനായിട്ടുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പാപിയായ മനുഷ്യന് കടന്നു വരാം. ദൈവത്തിന് അവരുമായിട്ട് കണക്ഷൻ റിസ്റ്റോർ ചെയ്യപ്പെടാം. അന്നേരം ഈ റെക്കൺസിലിയേഷൻ മെസ്സേജാണ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നത്. ഇതോട് പറഞ്ഞിരിക്കുകയാണ്
ദൈവം ലോകത്തിന് ലംഘനത്തിനെ കണക്കിടാതെ ലോകത്തെ ദൈവത്തോട് ക്രിസ്തുവിൽ നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നിട്ട് പറയാണ്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. കാരണം എന്താണ്? പാപം അറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വി ഹാവ് വൺ മെസ്സേജ്. ഞാനതാണ് പറഞ്ഞിരിക്കുന്നത്, ബൈബിളിന് പല മെസ്സേജുകളൊന്നുമില്ല. ബൈബിളിൽ ഒറ്റ മെസ്സേജേ ഉള്ളൂ. ആ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ യു മിസ് ദ മെസ്സേജ്. നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് പല കഥകളും മനസ്സിലാക്കാനായിട്ട് കഴിയും. പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ കഥ മനസ്സിലാക്കാനായിട്ട് കഴിയും, പല പല സംഭവങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും, പ്രവാചകന്മാർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ ഇവരെല്ലാം പറഞ്ഞ ഒരൊറ്റ മെസ്സേജാണ്. ഒരു സീഡ് വരാനായിട്ട് പോകുന്നു, അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള വഴി തുറന്നിട്ട് പാപിയായ മനുഷ്യനെ ദൈവമായിട്ട് റെക്കൺസിൽ ചെയ്യാനായിട്ട് പോകുന്നു. ഈ മെസ്സേജ് റെക്കൺസൈൽ ആയ വ്യക്തികൾ അവരുടെ കയ്യിലേക്ക് ഈ മെസ്സേജ് കൊടുക്കുകയാണ്. എന്നിട്ട് അവര് പോയിട്ട് എന്താ പറയുന്നത് അറിയാമോ? എല്ലാവരും ചെന്നിട്ട് പറയാണ്, യു ക്യാൻ റെക്കൺസൈൽ വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് നിനക്ക് റെക്കൺസൈൽ ആവാനായിട്ട് കഴിയും പാപിയായ മനുഷ്യ. നിന്റെ പാപം യേശുക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് ഇന്ന് നിനക്ക് യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തു ആ വഴി തുറന്നിരിക്കുന്നു എന്ന് പറയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് പാപിയായ മനുഷ്യൻ പാപിയാണ് എന്ന് ഏറ്റു പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആ മാനസാന്തരത്തോട് ആ റെക്കൺസിലേഷൻ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിട്ട് നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനുള്ള സമയമുണ്ട്. അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അരുളി ചെയ്തുള്ളൂ. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഈ മെസ്സേജ് റിയലായിട്ട് മനസ്സിലാകാത്ത ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. ഇതിന് പകരമായിട്ടുള്ള റിലീജിയസ് ഒബ്സർവൻസ് ആണ് എല്ലാ റിലീജിയനും പഠിപ്പിക്കുന്നത്. ആദ്യം പാപം ചെയ്തപ്പോൾ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവന് പുറത്തേക്ക് കളയുന്നതിന് മുമ്പ് ഇവനൊരു കാര്യം ചെയ്തു. ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ കവർ ചെയ്യാനായിട്ട് കാര്യം കാണിച്ചു. എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ള അത്തിയിലയും കൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി. ഇന്നും റിലീജിയനാണ്, ഇന്നും മതമാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യനെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന കാര്യം. ഈ യഥാർത്ഥ സുവിശേഷത്തിന്റെ മെസ്സേജ് പറയുന്നതിന് പകരം ദൈവസഭയിൽ കടന്നു വന്നിട്ട് വീണ്ടും ജനിക്കാതെ പാപിയാണെന്ന് മനസ്സിലായി മാനസാന്തരപ്പെടാതെ ദൈവമായിട്ട് റെക്കൺസൈൽ ചെയ്യുന്നതിന് പകരം പിശാച് മനുഷ്യന് അതിന് പകരമായിട്ട് കുറെ റിലീജിയസ് ആക്ടിവിറ്റീസ് കൊടുക്കും. അത് പഴയ നിയമയാഗങ്ങൾ പോലെ തന്നെ ഇന്നും പല കാര്യങ്ങളുണ്ട്. അത് ചിലപ്പം പാട്ട് പാടുന്നതായിരിക്കാം, അത് ചിലപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു മനുഷ്യൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും രക്ഷിക്കപ്പെടാതെ ഒരു മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുവഴി ഇവൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് ഇവന് പിശാച് ഒരു ബോധ്യം കൊടുക്കും, ഇൻക്ലൂഡിങ് സ്നാനം. രക്ഷിക്കപ്പെടാതെ ഒരു വ്യക്തി എടുക്കുന്ന സ്നാനം ഇറ്റ്സ് എ ജസ്റ്റ് എ റിലീജിയസ് ഒബ്സർവൻസ്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. പക്ഷെ അവൻ അത് ചെയ്തു കഴിയുന്നതോടുകൂടി പിശാച് ഇവന്റെ മുഖത്തെ മറക്കുകയാണ്. ഈ റിലീജിയസ് ആക്ടിവിറ്റീസിൽ കൂടി ഇവൻ ചിന്തിക്കുകയാണ് ഇവൻ ദൈവത്തിന്റെ സന്നിധിയിലാണ്. പക്ഷെ ഇവൻ ഒരിക്കൽ പോലും മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇവൻ ഒരിക്കൽ പോലും പാപിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇവൻ എന്തിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നതെന്ന് മനസ്സിലായിട്ടില്ല. അവൻ മരിച്ചവനാണെന്ന് മനസ്സിലായിട്ടില്ല. സുവിശേഷത്തിന്റെ നിരപ്പിന്റെ സന്ദേശം കേട്ടിട്ടില്ല. അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചില റിലീജിയസ് ഒബ്സർവൻസ് ചെയ്യുന്നു. ഞാൻ പറയട്ടെ, അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ഇതിലൊന്നും പ്രസാദിക്കത്തില്ല. ദൈവം ഇതിലൊന്നും പ്രസാദിക്കത്തില്ല. കർത്താവ് പറയാണ്, ഇന്ന് ദൈവം നിങ്ങളുടെ അടുത്ത് പ്രസാദിക്കുന്ന ഇതാകുന്നു സുപ്രസാദകാലം. ദൈവം ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് പറയാണ്, ദൈവത്തിന്റെ സ്ഥാനാപതികളായിട്ട് നിന്നുകൊണ്ട്. ഈ രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളും ആരാണെന്നറിയാമോ? ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. അവരുടെ ജീവിതം അത് വെളിപ്പെടുത്തും, അവരുടെ മെസ്സേജ് അവരതുകൊണ്ട്. ഈ സുവിശേഷം ആൾക്കാർക്ക് പറയാൻ താല്പര്യമില്ലാത്തതിന്റെ കാര്യം എന്താ? എത്ര പേരെടുത്ത് നമ്മൾ റിയൽ ഗോസ്പൽ പ്രസന്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. ഇത് ആഗ്രഹം ഇല്ലാത്തതിന്റെ കാര്യം 2 കാര്യങ്ങളാവാനുള്ള സാധ്യത. ഒന്നുകിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സുവിശേഷം മനസ്സിലാക്കിയിട്ടില്ല, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇല്ലെങ്കിൽ ഈ സുവിശേഷത്തിന്റെ മെസ്സേജ് നിങ്ങളെ ഗ്രിപ്പ് ചെയ്തിട്ടില്ല. ഈ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പൗലോസ് പറയാണ്, വി സ്റ്റാൻഡ് ആസ് ദ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ അംബാസിഡറായിട്ട് നിന്നിട്ട് ദൈവം പാപിയായ മനുഷ്യന്റെ അടുത്ത് പറയാണ്, നിനക്ക് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് റെക്കൺസൈൽ ആവാം. നീ റെക്കൺസൈൽ ആവാതെ നിനക്ക് തിരിച്ചു പോരുകയും ചെയ്യും. ഈ മെസ്സേജ് കേട്ടിട്ടും ദൈവം യേശുക്രിസ്തു ക്രൂശിൽ വഴി തുറന്നു എന്ന് മനസ്സിലാക്കിയിട്ടും
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാതെ നിനക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയും. പക്ഷെ ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൗലോസ് പറയാണ്, എന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? പാപം അറിയാത്തവനെ ദൈവം നമ്മുടെ പാപം അവന്റെ മുകളിലിട്ടു. അവൻ നാം മരിക്കേണ്ട മരണം സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടും യേശുക്രിസ്തു മരിച്ചു. ദേവാലയത്തിന്റെ തിരശ്ശീല രണ്ടായിട്ട് കീറി മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം സാധിച്ചു. ഇന്ന് ആ മെസ്സേജ് നിങ്ങളുടെ സംസാരിക്കുകയാണ്. ആരെങ്കിലും രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടുക എന്താണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. റിലീജിയസ് ഒബ്സർവൻസസ് അല്ല, സ്നാനമല്ല, പാട്ടുപാടുന്നതല്ല, പ്രാർത്ഥിക്കുന്നതല്ല. ഇതെല്ലാം രക്ഷിക്കപ്പെട്ട വ്യക്തി ചെയ്യേണ്ടതാണ്. പക്ഷെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ, ഐ ആം എ സിന്നർ ആൻഡ് യു ആർ എ ഹോളി ഗോഡ്, ഐ കനോട്ട് കം ടു യു. ദൈവം യേശുക്രിസ്തു ക്രൂശിൽ ഒരു വഴി തുറന്നു. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തിട്ട് ദൈവം പറയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. ഇന്ന് ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്നുള്ള മെസ്സേജ് നിങ്ങളടുത്ത് പറയാണ്. ഇതാകുന്നു സുപ്രസാദകാലം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആദ്യം യേശുക്രിസ്തു പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ തന്നെ വഴി. അന്നേരം യേശുക്രിസ്തു വഴി എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹീസ് എ വേ, ഹീസ് എ വെയിൽ ഓപ്പൺഡ്. ആ വഴിയിൽ കൂടി ഒരു മനുഷ്യന് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നതല്ല. ആദമിൽ നഷ്ടപ്പെട്ടു പോയ, ഉൽപ്പത്തിയിൽ അടഞ്ഞുപോയ ദൈവിക കൂട്ടായ്മയിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരാം. അതോടുകൂടി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാം. രണ്ടാമത് യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തു പറയാണ്, ഐ ആം ദ ട്രൂത്ത്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് നമുക്ക്? ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് മനസ്സിലാവുന്നത്? നമ്മൾ ആരോഗ്യം നോക്കിയാൽ യേശുക്രിസ്തു ഞാനാണ് സത്യം എന്ന് പറഞ്ഞപ്പോ എന്തോ യേശുക്രിസ്തു പറഞ്ഞേ? ഏതാ? കറക്റ്റ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഐ ആം ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ, ട്രൂത്ത് ആരാണ് ശരിക്കും സത്യം? യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സത്യം എന്ന് ഒരാളെ പറ്റിയേ പറയാൻ പറ്റത്തുള്ളൂ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ഏക സത്യ ദൈവം. ഈ സത്യദൈവത്തെ അറിയാനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഈ വെയിൽ തുറന്നത്. ഇനി പഴയ നിയമത്തിൽ ഈ ആൾക്കാര് ഈ തിരശ്ശീലയ്ക്കകത്തുള്ള ദൈവത്തെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ ദൈവം എങ്ങനെയുള്ള വ്യക്തിയാണ്? ഈ ദൈവം തല്ലാൻ പോകുന്ന ആളാണോ, കൊല്ലാൻ പോകുന്ന ആളാണോ, ഇനി കാട്ടാളിനെ പോലുള്ള ആളാണോ, ശിക്ഷിക്കുന്ന, ഇത് ആർക്കും അറിയത്തില്ലായിരുന്നു. കാരണം ഈ വെയിലിട്ടിട്ട് ഈ പുരോഹിതന്മാർ ദൈവത്തിനെ പറ്റി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ദൈവത്തെ ആർക്കും ഒരു നാളും കാണാനായിട്ട് കഴിയത്തില്ല. സത്യം ആർക്കും മനസ്സിലാവത്തില്ല. സത്യദൈവത്തെ ആർക്കും മനസ്സിലാവുന്നു. 1 യോഹന്നാൻ 5:20 ഇത് വീണ്ടും യോഹന്നാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ എന്തിനാണ് വന്നത്? സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അന്നേരം യേശുക്രിസ്തു പറയാണ്, ഐ ആം ദ ട്രൂത്ത്. മിണ്ടല്ലേ. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം. അന്നേരം യേശുക്രിസ്തു ഐ ആം ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറയാണ്, ഐ ആം ദ ട്രൂത്ത് അബൌട്ട് ട്രൂ ഗോഡ്. ദൈവം എങ്ങനെയാണ് എന്നുള്ളത് ഞാനാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരുന്നവനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. ഈ തിരശ്ശീല കീറി ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് യേശുക്രിസ്തു വഴി തുറന്നു. നേരെ സത്യദൈവം എന്താണ് എന്നൊരു മനുഷ്യന് മനസ്സിലാവും. ദൈവം ആരാണെന്ന് മനസ്സിലാവും. ദൈവം ആരാണെന്ന് ശരിക്കും ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. ദൈവം ആരാന്ന് അറിയാത്ത വ്യക്തികൾ ദൈവത്തെ തങ്ങളുടെ സങ്കല്പത്തിൽ തങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കുന്നു. പക്ഷെ ദൈവം വന്നിട്ട്, യേശുക്രിസ്തു വന്നിട്ട് ആ വഴി തുറന്നിട്ട് ദൈവത്തെ വെളിപ്പെടുത്തി. ഏറ്റവും വലിയ വെളിപാട് എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തു വന്ന് ദൈവത്തെ പറ്റി വെളിപ്പെടുത്തിയത്. പഴയ നിയമത്തിൽ എങ്ങും വെളിപ്പെടാതിരുന്നത് ദൈവം പിതാവാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വേറെ ഏതോ തിരശ്ശീലയ്ക്കകത്തിരിക്കുന്ന ഏതോ രാജാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കരുത്. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ദൈവത്തോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ നമുക്ക് കഴിയുമോ? പലപ്പോഴും കഴിയത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പ്രാർത്ഥിക്കുമ്പോഴാണ് സാധാരണ എങ്ങും കടക്കാത്ത വാക്കുകൾ നമ്മൾ കേൾക്കുന്നത്.
മലയാളത്തിൽ പോലും ഇല്ലാത്ത വാക്കുകളും പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ ഇങ്ങനാണോ നിങ്ങളുടെ അപ്പനോട് സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കാൻ കഴിയത്തില്ലെന്ന്. പഴയ നിയമത്തിൽ അതൊക്കെ പഴയ നിയമത്തിൽ ഈ റിലീജിയസ് കവറായിരുന്നു. ഈ റിലീജിയസ് കവറിൽ കൂടി വലിയ ഭക്തി വാക്കുകളൊക്കെ ആയിരുന്നു അവർ പറയുന്നത്. പക്ഷെ യേശുക്രിസ്തു വന്നിട്ട് ഈ വഴി അങ്ങ് തുറന്നിട്ട് കർത്താവ് പറയുന്നത്, കർത്താവ് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ടാണ് പറഞ്ഞത്. യേശുക്രിസ്തു അങ്ങനെ പ്രാർത്ഥിച്ചത്. ഈ പിതാവേ, അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടൊരു വ്യക്തി വിളിക്കും. അന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഔപചാരിക വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീണ്ടും മനുഷ്യന്റെ മുമ്പിൽ കവറിടുകയാണ്. ഈവൻ നമ്മൾ ദൈവവചനം സംസാരിക്കുമ്പോൾ ഔപചാരിക വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കവറിടുകയാണ്, റിലീജിയസ് കവർ. അതിനു പകരം നമ്മൾ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന യേശുക്രിസ്തു എങ്ങനെയാണോ ദൈവത്തെ റെപ്രസെന്റ് ചെയ്തത് അതേപോലെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെ പറയട്ടെ. എല്ലാ കാര്യങ്ങളും നമ്മളൊരു നാച്ചുറൽ ആവാനായിട്ട് നമുക്ക് പഠിക്കണം. പക്ഷെ ഈ നാച്ചുറൽ ഇത് മാറ്റിയിട്ട് ഈ റിലീജിയസ് കവറ് നമ്മുടെ മുമ്പിൽ കൊണ്ടിടുന്നത് ശരിക്കും ദൈവമല്ല, നമ്മുടെ പാരമ്പര്യങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോട്ടെ. യേശുക്രിസ്തു എന്താ വെളിപ്പെടുത്തിയെന്ന് അറിയാമോ? യേശുക്രിസ്തു വെളിപ്പെടുത്തിയത് സത്യദൈവത്തെയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ഐ ആം ദ ട്രൂത്ത്. ഒന്നാമത് ദൈവം എങ്ങനെയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തി. രണ്ടാമത് സജി ബ്രദർ പറഞ്ഞതുപോലെ ദൈവം എങ്ങനെയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവം എങ്ങനെയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ എങ്ങനെയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്ന പോലെ തന്നെയാണ്, അല്ലേ? കാരണം എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് എങ്ങനെയാണെന്ന് നമ്മൾ വായിച്ചേ? തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും. നേരം ദൈവത്തെ മനുഷ്യനെ നേരെ യേശുക്രിസ്തു വെളിപ്പെടുത്തിയത് ദൈവം എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തി. രണ്ടാമത് സത്യത്തിൽ മനുഷ്യൻ എങ്ങനെയാണെന്നൊന്നും യേശുക്രിസ്തു വെളിപ്പെടുത്തി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മനുഷ്യൻ എങ്ങനെയാണ് എന്നുള്ളതും യേശുക്രിസ്തു വെളിപ്പെടുത്തി. സത്യത്തിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, ദൈവത്തിന്റെ റെപ്രസെന്റേഷൻ ആയിരിക്കണം എന്നുള്ളത് വെളിപ്പെടുത്തി. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് വെളിപ്പെടുത്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്, എന്തായിരുന്നു ദൈവത്തിന്റെ മനുഷ്യനെ പറ്റിയുള്ള ഉദ്ദേശം, എങ്ങനെയായിരുന്നു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. വീണുപോയ മനുഷ്യൻ, എല്ലാ മനുഷ്യരും, ദൈവം ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ നോർമലായിട്ട് സൃഷ്ടിച്ചു. നോർമലായി ഒരു മനുഷ്യൻ നടന്നുകൊണ്ടിരുന്നു, അവൻ പാപം ചെയ്തു വീണുപോയി, എല്ലാ മനുഷ്യരും അബ്നോർമലായി തീർന്നു. ഈ അബ്നോർമലായി ജീവിക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും രണ്ടാമതായി ഒരു നോർമൽ മനുഷ്യനായിട്ട് യേശുക്രിസ്തു ജീവിച്ചു. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചത് ഒരു മാലാഖയായിട്ടല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചത് ദൈവം എന്ന നിലയിൽ അല്ല. യേശുക്രിസ്തു ദൈവമായിരുന്നു, ഈ ഭൂമിയിലായിരുന്നപ്പോഴും ദൈവമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യൻ എന്ന നിലയിലാണ്. കാരണം മനുഷ്യൻ എങ്ങനെയാണ് നോർമലായി ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കാനായിട്ടാണ്. പക്ഷേ ഈ എല്ലാവരും തലകുനിഞ്ഞ്, നമ്മളൊരു സ്കിറ്റ് കുറച്ചു നാൾ മുമ്പ് നടന്നിരുന്നു, എല്ലാവരും കുനിഞ്ഞു നടക്കുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം നേരെ നടന്നു കഴിഞ്ഞാൽ അവനെ ആൾക്കാരെന്ത് പറയും? അവൻ പറയും ഇവൻ അബ്നോർമലാണെന്ന് പറയും, ഇവൻ വട്ടനാണെന്ന് പറയും, ഇവൻ ഹീസ് എ ഫനാറ്റിക് എന്ന് പറയും. എല്ലാ മനുഷ്യരും ലോകത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ള സത്യം കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്? ദൈവത്തിൽ കേന്ദ്രീകരിച്ചിട്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ടാണ് മനുഷ്യനെ നോർമൽ മനുഷ്യനായിട്ട് സൃഷ്ടിച്ചത്. അന്നേരം ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കാത്ത മനുഷ്യർ അബ്നോർമലാണ്, അവര് ഫോൾട്ടിയാണ്. എല്ലാ ഫോൾട്ടി ആൾക്കാരുടെയും നടുക്കൂടി ഒരു മനുഷ്യൻ വന്നിട്ട് നേരെ കടക്കുകയാണ്. അവൻ നടക്കുമ്പോൾ എല്ലാവരും തലതിരിഞ്ഞാകൊണ്ട് ഇവർ വിചാരിക്കുകയാണ് ഇവന്റെ ജീവിതം അബ്നോർമലാണ്. പക്ഷെ യേശുക്രിസ്തുവിന്റെ ജീവിതം നോർമലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ നോർമൽ മനുഷ്യനായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെയാണ് ദൈവം നമ്മളെ കുറിച്ച് വായിക്കുക. നമ്മൾ ഫിലിപ്പ് ലേഖനം വായിക്കുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്? ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ വീണ്ടും ജനിച്ചവർ എങ്ങനെയാണ് ജീവിക്കുന്നത് പറയാണ്. 2:14 പറയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ വെറുപ്പും വാദവും കൂടാതെ ദൈവൻ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇൻ എ ക്രൂക്കഡ് ആൻഡ് പെർവേർട്ടഡ് ജനറേഷൻ യു നീഡ് ടു വാക്ക് സ്ട്രൈറ്റ്. ഇതിന് ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നു. ആ മനുഷ്യൻ ദൈവത്തെ വെളിപ്പെടുത്തി, ദൈവം എങ്ങനെയാണെന്നുള്ള വെളിപ്പെടുത്തി, ദൈവത്തിന് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തി. ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വെച്ചിരുന്ന റിലീജിയസ് കവറുകളെല്ലാം വലിച്ചു കീറി വളരെ
നോർമലായി മനുഷ്യനെ ആക്കാനായിട്ട് പഠിപ്പിച്ചു. ദൈവം ഒരു പിതാവാണെന്ന് പഠിപ്പിച്ചു. അവന്റെ മുമ്പിൽ സംസാരിക്കേണ്ടതും അവന്റെ മുമ്പിൽ പെരുമാറേണ്ടതും നോർമലാണെന്ന് പഠിപ്പിച്ചു. രണ്ടാമത് യേശുക്രിസ്തു പഠിപ്പിച്ചു മനുഷ്യൻ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് പഠിപ്പിച്ചു. മനുഷ്യൻ എങ്ങനെയാണ് നോർമലായിട്ട് നടക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഹി വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നോർമൽ മനുഷ്യനായിട്ട് ജീവിച്ചു. പക്ഷെ അബ്നോർമൽ മനുഷ്യർ അന്നും ഇന്നും യേശുക്രിസ്തുവിനെ അബ്നോർമൽ ആണെന്ന് പറയും. ദൈവമക്കളും അവരുടെ മുമ്പിൽ അബ്നോർമൽ. ഞാൻ പറയട്ടെ, നിങ്ങൾ നോർമലായിട്ടാണ് ബാക്കിയുള്ളവർക്ക് തോന്നുന്നതെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, യഥാർത്ഥത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല. ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഇതിലേക്ക് വളർന്നിട്ടില്ല. നിങ്ങളുടെ പ്രയോറിറ്റീസ്, നമ്മൾ നേരത്തെ വായിച്ച ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. കൊരിന്ത് ലേഖനത്തിൽ ഈ റെക്കൺസിലേഷനെ പറഞ്ഞതിന്റെ തൊട്ട് പുറകെ തന്നെ കർത്താവ് പറയുന്ന കാര്യമുണ്ട്. കൊരിന്ത് ലേഖനം 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും എല്ലാവരും മരിച്ചപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചു. ആ മരിച്ചതിൽ കൂടി എല്ലാവർക്കും ജീവിക്കാനായിട്ടുള്ള പോസിബിലിറ്റി വന്നു. എല്ലാവരും ജീവിക്കത്തില്ല, എന്നാൽ ചിലർ ജീവിക്കും. ചിലർ കർത്താവിനെ കണ്ടുമുട്ടി ജീവിക്കും. അങ്ങനെ ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഇപ്പോൾ ഞങ്ങൾ നിർണയിച്ചു. എന്നാൽ എല്ലാവരും എങ്ങനെയാണ് ജീവിക്കേണ്ടത്? തങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അതായത് തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് അബ്നോർമാലിറ്റി. നേരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നോർമലാണോ അബ്നോർമലാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ക്ലിയർ ആണ്. എല്ലാവരും ജീവിച്ചവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ യു ആർ അബ്നോർമൽ. ഇഫ് യു ചൂസ് സംതിങ്, അതിന്റെ പുറകിലുള്ള മോട്ടിവേഷൻ ദൈവനാമ മഹത്വമാണോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും അബ്നോർമൽ കാര്യങ്ങളാണ്. നേരെ പറയാണ് ജീവിച്ചവർ. നേരെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് നോർമൽ മനുഷ്യനായിട്ട് ജീവിച്ചു. എല്ലാവരുടെയും നടുക്ക് യേശുക്രിസ്തു നോർമൽ മനുഷ്യനായിട്ട് ജീവിച്ചു. യേശുക്രിസ്തു അങ്ങനെ സത്യം എന്താണ് എന്ന് കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം. ഐ ആം ദ ട്രൂത്ത് അബൌട്ട് ഗോഡ് ആൻഡ് ഐ ആം ദ ട്രൂത്ത് അബൌട്ട് മാൻ. കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സത്യത്തിൽ വെളിപ്പെടുത്തുന്ന മനുഷ്യനാണ്. അങ്ങനെ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പോയി. പക്ഷെ എന്തിനാ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പോയത്? യേശുക്രിസ്തു ഇങ്ങനെ ജീവിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ യേശുക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് ദൈവം കൊടുത്ത എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. എന്തിനാണ് ഇതൊക്കെ കൊടുത്തത്? അതിന്റെ 16-ാമത്തെ വാക്യം പറയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. എന്നിട്ട് പറയാണ്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ എന്തിനാണ് ലോകത്തിലേക്ക് അയച്ചതെന്ന് നമ്മൾ നേരത്തെ വായിച്ചത്? ഹനനയാഗവും ഭോജനയാഗവും അർപ്പിക്കാനല്ല, അല്ലേ? റിലീജിയസ് ഒബ്സർവൻസസ് കാണിക്കാനായിട്ടുള്ള വേറൊരു പുരോഹിതനായിട്ടല്ല. യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിന്റെ ഇഷ്ടം, എഴുതപ്പെട്ട ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാനായിട്ടാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് അത് നിവർത്തിച്ച് വഴി തുറന്ന് വീണ്ടും മനുഷ്യന് കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മാത്രമല്ല കാണിച്ചു കൊടുത്തത്, എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നും കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്? യേശുക്രിസ്തു പറയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അത് പഠിച്ച് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ വായിച്ച് നമുക്ക് തിയറിയൊക്കെ മനസ്സിലാക്കി പോയാൽ മതിയായിരുന്നു. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ തന്നെ ഞാൻ അവരെയും ഭൂമിയിലേക്ക് അയക്കണം. എന്നാൽ അവരെയും ഭൂമിയിലേക്ക് അയക്കുന്നതിന് ഒരു മിഷനുണ്ട്. അവരെ ഭൂമിയിലെ ഏത് ഭാഗത്തേക്ക് അയക്കുന്നതിന് ഒരു മിഷനുണ്ട്, എവിടെ അയക്കുന്നതിന് ഒരു മിഷനുണ്ട്. അതിന് താഴേക്ക് വരുമ്പോഴാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് ചൂസ് യു ആൻഡ് പ്ലാന്റഡ് യു. അവരെ ഒരിടത്ത് പ്ലാന്റ് ചെയ്യുന്നതിന് ഉദ്ദേശമുണ്ട്. എന്താണെന്ന് അറിയാമോ? ദൈവത്തിനെ വെളിപ്പെടുത്തുകയും ദൈവത്തിന്റെ ഇഷ്ടം ഫുൾഫിൽ ചെയ്യുകയും. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. അതിനുവേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? മേളിൽ പറഞ്ഞിരിക്കുകയാണ്, അടുത്ത് പറഞ്ഞിരിക്കുന്നത്, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് വിശുദ്ധീകരണം? എന്താണ് വിശുദ്ധീകരണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തു. ആർക്കെങ്കിലും പറയാം എന്താണ് വിശുദ്ധീകരണത്തിന്റെ അർത്ഥം? വിശുദ്ധീകരണത്തിന്റെ അർത്ഥം, സാങ്ക്ടിഫിക്കേഷന്റെ അർത്ഥം എന്താ? സാങ്ക്ടിഫിക്കേഷന്റെ അർത്ഥം?
ആരെങ്കിലും മറുപടി പറയാം? സാങ്ക്ടിഫിക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ജൂബിയോട് പറഞ്ഞിരുന്നു. എന്താ? സെറ്റ് എപ്പാർട്ട്. കറക്റ്റ്. സെറ്റ് എപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിക്കപ്പെടുക. അല്ലാതെ പാപം എല്ലാം മാറ്റുക എന്നുള്ളതല്ല സാങ്ക്ടിഫിക്കേഷന്റെ അർത്ഥം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. പക്ഷെ സാങ്ക്ടിഫിക്കേഷന്റെ റിയൽ അർത്ഥം സെറ്റ് അപ്പാർട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ യേശുക്രിസ്തുവാണ് ഞാൻ സെറ്റ് അപ്പാർട്ട് ചെയ്തു. അല്ല, യേശുക്രിസ്തുവിന് പാപമൊന്നും മാറ്റാനായിട്ടില്ലായിരുന്നു. പക്ഷെ യേശുക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരെ സെറ്റ് അപ്പാർട്ട് ചെയ്യപ്പെടേണ്ടതിന് ഞാൻ എന്നെ സെറ്റ് അപ്പാർട്ട് ചെയ്തു. അങ്ങനെ എഴുതിയിരിക്കുന്നേ, അങ്ങനെ ആ വാക്ക് എഴുതിയിരിക്കുന്നത്. ഇവരും സാക്ഷാൽ സെറ്റ് അപ്പാർട്ട് ചെയ്യപ്പെട്ടവരാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ സെറ്റ് അപ്പാർട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ദൈവത്തിന്റെ പർപ്പസ് ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇവരെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്നെ തന്നെ മാറ്റിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ തരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഈ ചെയ്തതിന്റെ എല്ലാം ഉദ്ദേശം എന്താണെന്നറിയാമോ? നമ്മളെ സെറ്റപ്പാർട്ട് ചെയ്ത് ദൈവത്തിന്റെ മിഷൻ ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യാൻ. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ ക്ലിയർ ആയിട്ട് സെറ്റപ്പാർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ദൈവം പറയാണ്, ഈ ഹനനയാഗങ്ങളിലും ഭോജനയാഗങ്ങളിലും ഒന്നും എനിക്ക് പ്രസാദമില്ല. നിങ്ങളുടെ പാട്ടോ പ്രാർത്ഥനയോ അന്യഭാഷയോ ഒന്നും ദൈവം കാണത്തില്ല. ഇഫ് യു ആർ നോട്ട് സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. അത് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതായിരിക്കാം, പക്ഷെ യു ആർ എ പേഴ്സൺ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്സ് പർപ്പസ്. അത് നിങ്ങൾ എവിടെ അയച്ചാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇവിടെ ആണെങ്കിലും അങ്ങനെയാണ്. നിങ്ങളെ ലോകത്തിന്റെ എവിടെ അയച്ചാലും യു ആർ എ സെറ്റ് അപ്പാർട്ട് പേഴ്സൺ ഫോർ ദ പർപ്പസ് ഓഫ് ഗോഡ്. അവിടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിരുന്ന് എല്ലാം നിവർത്തിക്കാൻ കഴിയും. നിവർത്തിച്ചിട്ട് കർത്താവിനെ പോലെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയാനായിട്ട് കഴിയും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് കഴിയും, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് കഴിയും, ബിസിനസ് ചെയ്യാനായിട്ട് കഴിയും. യു വിൽ ബി ലിവിംഗ് ഫോർ യുവർ സെൽഫ് ആൻഡ് യു വിൽ നെവർ ഫുൾഫിൽ ഗോഡ്സ് പർപ്പസ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ബൈബിളിലെ മെസ്സേജ് നിങ്ങൾക്ക് റിലവന്റ് അല്ല. നിങ്ങൾ വീണ്ടും ജനിച്ചവരായിരിക്കാം, പക്ഷേ ദൈവം പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെ വീണ്ടും ജനിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടല്ല യേശുക്രിസ്തു ഇതെല്ലാം ചെയ്തത്. യേശുക്രിസ്തു പറയാണ്, ഞാൻ എന്നെ നീ ഭൂമിയിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ഭൂമിയിലേക്ക് അയക്കുന്നു. അവരെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ സെറ്റപ്പാർട്ട് ചെയ്യുന്നു. കാരണം അവരെയും സെറ്റപ്പാർട്ട് ചെയ്തിട്ട് അയക്കാനായിട്ട്. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സത്യം നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു വഴി തുറന്നു. രണ്ടാമത് യേശുക്രിസ്തു പറയാണ്, ഐ ആം ദ ട്രൂത്ത്. ഞാൻ തന്നെയാണ് സത്യം. ഞാൻ ദൈവത്തെ പറ്റിയുള്ള സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. ഞാൻ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള വെളിപ്പെടുത്തുന്നു. ഇനി നിങ്ങളെ അതേ കാര്യത്തിന് വേണ്ടി തന്നെ അയക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമാണ്. യേശുക്രിസ്തുവിനെ പോലെ തന്നെ ഈ ഭൂമിയിലേക്ക് ജീവിക്കാനായിട്ട് ഒരു മനുഷ്യൻ ഇന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ പർപ്പസ് ഞാൻ ആദ്യം പറഞ്ഞു. കംപ്ലീറ്റ് പർപ്പസ് വീണുപോയ മനുഷ്യനെ ദൈവത്തിന്റെ റെസ്റ്റോറേഷനിലേക്ക് കൊണ്ടുവരികയും ദൈവത്തിന്റെ ഇഷ്ടം അവന് കൂടി ഫുൾഫിൽ ചെയ്യാണ്. പക്ഷേ ഒരു മനുഷ്യനും വീണ്ടും ജനിച്ചതിന് ശേഷവും ദൈവത്തെ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാനായിട്ട് സ്വയമായിട്ട് കഴിയത്തില്ല. ഒരു മനുഷ്യനും കഴിയത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് എന്നല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് മനസ്സിലാകുന്ന ഘട്ടം വരെ നിങ്ങൾ ട്രൈ ചെയ്യും. പക്ഷെ വൺ ഡേ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിവർത്തിക്കാൻ, യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ, കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വീണ്ടും ജനിച്ചതിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയിൽ കഴിയത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് മൂന്നാമത് പറഞ്ഞത്. എന്താണെന്നറിയാമോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ ലൈഫ്. മനുഷ്യന് ജീവിക്കാൻ, ഞാൻ പറഞ്ഞു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ്, അല്ലെ? ദൈവത്തിന്റെ പർപ്പസ് എന്താണ്? ദൈവത്തിന്റെ പർപ്പസ് രണ്ടുണ്ട്. ഒന്ന്, അവനെപ്പറ്റി ഈ ഭൂമിയിൽ എഴുതിയിരിക്കുന്നത് നിവർത്തിക്കുക. രണ്ടാമത്, അവനെപ്പറ്റി ദൈവത്തെ വെളിപ്പെടുത്തുക. ഈ രണ്ട് കാര്യവും അവന് ചെയ്യാൻ കഴിയത്തുമില്ല. അവന് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നത് എങ്ങനെയായിരുന്നു അറിയാമോ? ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവവുമായിട്ടുള്ള കണ്ടിന്യൂസ് ബന്ധത്തിൽ ദൈവിക ജീവൻ അവനിൽ ഉള്ളപ്പോൾ മാത്രമേ, ആ ജീവനിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ അവനത് കഴിയത്തുള്ളൂ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേന കൊണ്ട് എഴുതണമെങ്കിൽ ഇതിൽ മഷി ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. മഷിയില്ലെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ പേന കൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം ഇല്ലെങ്കിൽ ഉണ്ടാക്കിയവന്റെ ഉദ്ദേശം നടക്കത്തില്ല. വണ്ടിയിൽ പെട്രോൾ ഇല്ല എങ്കിൽ, ഇല്ലെങ്കിൽ എഞ്ചിൻ ഇല്ല എങ്കിൽ വണ്ടി കൊണ്ട് പല ഉപയോഗങ്ങളുമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം മാത്രമേ നടക്കാത്തുള്ളൂ.
അല്ലെങ്കിൽ വണ്ടി ഉണ്ടാക്കിയ ആളുടെ ഉദ്ദേശം മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു പറയാണ്, ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിന്റെ മൂന്നാമത് കർത്താവ് പറയാണ്, ഐ ആം ദ ലൈഫ്. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റത് മാത്രമല്ല ഇത്, യേശുക്രിസ്തു തന്റെ ജീവനെ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:18-16 വാക്യം ഒരുപാട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതും പലർക്കും മനസ്സിലാകാത്തതായിട്ടുള്ള വാക്യമാണ്. യോഹന്നാന്റെ 3 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകരുത്. നശിച്ചു പോകരുതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നരകത്തിൽ പോരുമെന്നാണ് അതിന്റെ അർത്ഥം ബേസിക്കലി, അല്ലേ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിത്യ നരകത്തിലേക്ക്, നാശത്തിലേക്ക് പോകാതിരിക്കാൻ, വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ എന്ത് പ്രാപിക്കേണ്ടതിന്? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് പോകുവാൻ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ദൈവം തന്നെ അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ നമ്മൾ നിത്യജീവൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നത്. നിത്യനാശം എന്ന് പറയുന്നത് നിത്യനരകത്തിലേക്ക് പോകുന്നതാണെങ്കിലും നിത്യജീവൻ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോവുകയല്ല. നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവനാണ്. യോഹന്നാന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, യോഹന്നാൻ പറയാണ്, 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. എന്താണ് നിത്യജീവൻ? അപ്പോൾ നിത്യജീവൻ യേശുക്രിസ്തുവാണ്. യോഹന്നാന്റെ ലേഖനം ക്ലോസ് ചെയ്യുമ്പോൾ പറയാണ്, സത്യദൈവത്തെ അറിയുവാൻ അവൻ വിവേകം തന്നു അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യ ജീവനുമാകുന്നു. അന്നേരം യേശുക്രിസ്തുവിനെ പോലെ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പർപ്പസ് ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യാൻ ദൈവം ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. വീണ്ടും ജനിച്ച ഒരു വ്യക്തി ദൈവീക ജീവനിൽ യഥാർത്ഥത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, യോഹന്നാൻ പറയാണ്, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അന്നേരം പഴയ ആ ഒരു കാര്യത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവരികയാണ്. തിരിച്ചു കൊണ്ടുവരുന്നവർ പറയാണ്, എന്റെ ജീവനിൽ കൂടി നിങ്ങൾക്ക് ഈ ജീവൻ ജീവിക്കാനായിട്ട് കഴിയും. നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും നാൾ നമുക്ക് കഴിയത്തില്ല. നമുക്ക് ജീവിതം കർത്താവിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാതെ നമ്മുടെ പദ്ധതികളും പ്ലാനുകളും വെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. പക്ഷെ ദൈവം പറഞ്ഞ ഒറ്റ കാര്യം മാത്രം നമ്മൾ ചെയ്യത്തില്ല. ഒറ്റ കാര്യമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. ആ ഒറ്റ കാര്യം ഒഴിവാക്കിയിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കർത്താവ് പറയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഗോഡ് ഈസ് ടെല്ലിംഗ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. നിങ്ങളുടെ റിലീജിയസ് ഒബ്സർവൻസ് ദൈവം തള്ളിക്കളയും, നിങ്ങളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ. അങ്ങനെ നിങ്ങൾ കർത്താവിന് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ കൂടി കർത്താവിന് ജീവൻ വെളിപ്പെടുകയും അവൻ എവിടെയായിരുന്നാലും അവനിൽ കൂടി ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് സുവിശേഷത്തിന്റെ മെസ്സേജ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെസ്സേജാണ് സഭ പ്രൊക്ലെയിം ചെയ്യേണ്ടത്. ഈ മെസ്സേജാണ് ഒരു വ്യക്തിയെ ഗ്രിപ്പ് ചെയ്യേണ്ടത്. പൗലോസ് പറയാണ്, വി ആർ ദ അംബാസിഡേഴ്സ്. കാരണം എന്താണ്? ഈ സന്ദേശം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചെല്ലുന്നിടത്തെല്ലാം കർത്താവിന്റെ റിയൽ ആയിട്ടുള്ള മെസ്സേജ് പ്രൊക്ലെയിം ചെയ്യും. കർത്താവ് അവരെ പ്ലാൻ ചെയ്യുന്നിടത്ത് കർത്താവിന്റെ ദൈവ സഭ ആയിട്ട് അവർക്ക് അവിടെ നിൽക്കാനായിട്ട് കഴിയും. 2-3 പേരൊക്കെ കൂടുന്നതാണ് ദൈവസഭ കേട്ടോ. 10,000-10,000 പേരുന്നില്ല. 10,000-10,000 കൂടിയിട്ട് ഈ പറഞ്ഞ ദൈവത്തിന്റെ മെസ്സേജ് കൺവേ ചെയ്യുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തിമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭയിൽ പഠിപ്പിക്കേണ്ടതാണ്. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള സത്യമാണ് സഭ ഉയർത്തിപ്പിടിക്കേണ്ടത്. യേശുക്രിസ്തു ദൈവം ആദമിൽ കൂടി ഈ ഭൂമിയിൽ ഒരിക്കൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഈ ഭൂമിയിൽ
യേശുക്രിസ്തു എന്ന മനുഷ്യനിൽ കൂടി ദൈവം മാനിഫെസ്റ്റ് ചെയ്തു. നോർമൽ മനുഷ്യനായിട്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ഇന്ന് അതേ ദൈവത്തിന്, യേശുക്രിസ്തുവിന് ഒരു മനുഷ്യനെ നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അവൻ ഈ ഭൂമിയിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് കഴിയും. അങ്ങനെ ജീവിക്കുന്ന മെസ്സേജിൽ കൂടി, ആ പ്രൊക്ലെയിം ചെയ്യുന്ന മെസ്സേജിൽ കൂടി ദൈവത്തിന്റെ മർമ്മം, ദൈവഭക്തിയുടെ മർമ്മം സഭ ഈ ഭൂമിയിൽ ഉയർത്തും. ഇത് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോ വ്യക്തികളെ വിളിക്കുന്നത്. അത് മനസ്സിലായ വ്യക്തികൾ എവിടെ പോയാലും അവർ ദൈവസഭയായിട്ട് അവർ നിൽക്കും. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ദ മെസ്സേജ്. ഈ ഒരു മെസ്സേജേ ബൈബിളിലുള്ളൂ. ഈ ഒരു മെസ്സേജാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. ഈ ഒരു മെസ്സേജേ ബൈബിൾ സംസാരിക്കുന്നുള്ളൂ. ബൈബിൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പല സംഭവങ്ങളും പറയുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തു പറയാണ്, തിരുവെഴുത്തുകൾ എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. മോശ മുതൽ എല്ലാ തിരുവെഴുത്തുകളിലും പറഞ്ഞത് മെസ്സേജ് ഇതാണ്. ഈ മെസ്സേജ് നമ്മൾ ക്യാരി ചെയ്യാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു.